ഇതിപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ആ വീട്ടിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. ഇതിപ്പോ ഒരു പ്രീ പ്ലാൻഡ് സംഭവമായിട്ട് മർദ്ദനമായിട്ട് തോന്നുന്നുണ്ടോ ശ്രീ സുധീർ? തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആണെന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നു. അത് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ട് പ്രശ്നത്തിലുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി പങ്കെടുക്കുന്ന സമയത്ത് അവര് സ്വാധീനിച്ചിട്ടാണ് ആ പരാതി കൊടുത്തതെന്ന് പരാതിക്കാരൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോ അത് ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് അവിടുത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നിട്ട് ആ MLA തന്നെ അവിടെ നിന്ന് ഇന്നലെ മാപ്പൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. തെറ്റുപറ്റിപ്പോയതാണ്, അറിയാതെ സംഭവിച്ചതാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ സംസാരിച്ചതായിട്ട് ഇന്നലെ വന്ന വക്കീലന്മാരും അതുപോലെ തന്നെ മറ്റ് ഞങ്ങളെ സഹായിക്കാനെത്തിയ സഹോദരങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങള് ഒരു ആശങ്ക എന്ന് പറയുന്നത് ഞങ്ങളെ സഹായിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വന്ന 4 പേര് നാഗ്പൂരിൽ നിന്ന് വന്നിരുന്നു. ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എന്നുള്ളതാണ്. അവർ ഞങ്ങളുടെ CSI ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ല. അവർക്കെതിരെ പോലും FIR ഫയൽ ചെയ്തു. അവർക്കെതിരെ അവരെ കണ്ണാടിയൊക്കെ അവരുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു, അവരെ ശരീരത്തിലെ മർദ്ദനം ഏൽപ്പിച്ചു, അവരോട് പൈസ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു യുദ്ധമുഖത്ത് പോലും അങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഇല്ല. ഒരു യുദ്ധമുഖത്ത് പോലും അവിടെ ആഹാരം കൊണ്ട് കൊടുക്കാം, വൈദ്യസഹായം നടത്താം, ഇതൊക്കെ ചെയ്യാമെന്നിരിക്കെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരെ സഹായിക്കാൻ പോലും വരുന്ന ആളുകളെ പോലും അകത്ത് എൻട്രി ചെയ്യിക്കാൻ, അകത്ത് കടത്തിവിടാനായിട്ട് പോലീസ് സ്റ്റേഷനകത്ത് പോയി പോലീസിനോട് സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നും, എന്നാൽ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കെതിരെ FIR ഫയൽ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇത്രയും ഭീകരം എന്ന് പറഞ്ഞാല് അത് ഭയങ്കര ഗൗരവമായി കാണേണ്ട ഇതാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെയും മാനസികമായിട്ടും എല്ലാവരും ഭയപ്പെട്ടു. കാരണം ഞങ്ങളെ സഹായിക്കാനായിട്ട് വരാനായിട്ട് ഭയപ്പെടുകയും, സഹായം എന്ന് പറയുന്നത് ഞങ്ങൾ വേറെ സഹായം അവിടെ ഗുണ്ടായിസം കാണിക്കുകയോ പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. അവിടെ അവർക്ക് ലീഗലായിട്ടുള്ള സപ്പോർട്ട് തരിക, അവരോട് നമുക്ക് മാനസികമായ പിന്തുണ തരിക എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട എന്തെങ്കിലും പറയാനുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് പോലും വരാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ വളരെ കുറയുന്നു. ഇത് എല്ലാ മേഖലകളിലും ഇപ്പോൾ ഈ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എവിടെ നോക്കിയാലും ഈ ഒരു ഇത് കാണാനായിട്ട് കഴിയും. വെളിയിൽ നിന്നുള്ള അവരുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ ആരും സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഒരവസ്ഥ, അത് ഭീകരമാണ്. മതപരിവർത്തനം നടത്തി എന്നതാണ് താങ്കൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം. ആരായിരുന്നു ആക്രമിച്ചവരും മർദ്ദിച്ചവരും? എന്നാണ് പോലീസ് തന്നെ നമ്മോട് പറയുന്നത്. അവരുടെ ഫോഴ്സിലാണ്, അവരുടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ വന്നതെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ FIR ഇടുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ നല്ലത് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെയാണ് അവരുടെ വാക്കുകളൊക്കെ വരുന്നത്. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവരാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലോട്ട് പോയതിന് കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതും ആ ഗ്രാമത്തിലുള്ളവരല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതായത് ആ ഗ്രാമത്തില് ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് ആ ബർത്ത്ഡേ ആഘോഷിച്ച വ്യക്തി തന്നെ പറഞ്ഞതുകൊണ്ട്, അങ്ങനെ ഒരു ഗ്യാരണ്ടി പറയുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അദ്ദേഹം CSIയിലെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന CSIയിലെ മെമ്പറാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്നിട്ട് പോലും 28-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. 29-ാം തീയതി എനിക്ക് 28-ാം തീയതി പോകാൻ പറ്റിയില്ല. 29-ാം തീയതി ഞാൻ പോകാൻ പറ്റുന്ന എന്ന് പറഞ്ഞു 30-ാം തീയതി പിന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി ആഘോഷം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പിന്നെ എന്നിട്ട് പോലും ഞാൻ പോകുന്നില്ലെങ്കിൽ എനിക്കൊരു എന്താ പറയാ ഞാൻ എന്റെ ഉത്തരവാദിത്വം ശരിയായിട്ട് നിർവഹിക്കുന്നില്ല എന്നല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോകുന്നത്. പക്ഷെ അത് ഇങ്ങനെ ഒരു ഭീകരമായ ഒരു അവസ്ഥയായി തീരുമെന്ന് ചിന്തിച്ചില്ല. ഫാദർ സുധീർ സൂചിപ്പിച്ചതുപോലെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു പിറന്നാൾ ആഘോഷത്തിന് വേണ്ടി പോയതാണ് താങ്കൾ തന്നെ പറയുന്നുണ്ട്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്, പ്രീ പ്ലാൻഡ് ആണ് എന്നുള്ളൊരു സംശയമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കുറെ വർഷമായി അവിടെയുള്ളൊരു വ്യക്തിയാണല്ലോ. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ബജ്രംഗ് ദളിന്റെ ഭാഗത്തു നിന്നോ മറ്റോ നേരത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? നേരത്തെ നിന്നുള്ള പല സന്ദർഭങ്ങളിലും ഭീഷണി നേരിടേണ്ടതായിട്ടുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലില് ഇപ്പോ പ്രവർത്തിക്കുന്ന ഏതൊരു സഭാ പുരോഹിതനും, അത് ഏത് ഡിനോമിനേഷനിലാണെങ്കിലും, അത് കന്യാസ്ത്രീകളാണെങ്കിലാകട്ടെ, അത് മറ്റ് പുരോഹിതന്മാരാണെങ്കിലാകട്ടെ, സ്കൂൾ നടത്തുന്നവരാകട്ടെ, ആർക്കാണെങ്കിലും ഈ ഭീഷണി നേരിടുക തന്നെയാണ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അത് വളരെ കഠിനമായിട്ട് തന്നെ തീരുന്നു. അതിലെ ഒരു നിസ്സംഗത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനൊരു റെസ്പോൺസ് അത് അങ്ങനെയല്ല എന്ന് പറയാൻ പോലും ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ആ ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല. നമ്മുടെ സമൂഹത്തിന് കുറച്ചുകൂടെ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വളരെ ഫലവത്തായതും അതൊരു നല്ല നന്മയായിട്ടും ചിന്തിക്കാനായിട്ട് കഴിയും.